ഹലോ ഫ്രണ്ട്സ്, AB360 സ്റ്റുഡിയോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലെവൽസും ഗ്രിഡ്സും ഒരു പ്രൊജക്റ്റിന് വരയ്ക്കാമെന്നാണ്. അതിനായി നമ്മൾ ഫസ്റ്റ് ബ്രൗസറിൽ പോയിട്ട് നമ്മൾ ആർക്കിടെക്ചർ ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കത് റെഫർ ചെയ്യാം. നമ്മുടെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ലെവൽ 1 ലെവൽ 2 എന്ന ലെവൽസ് ഓൾറെഡി ഉണ്ടാകും. പിന്നെ അത് എക്സ്ട്രാ നമുക്ക് മറ്റുള്ള ലെവൽസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അനിമേഷൻസിൽ പോവുക. അത് ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, വെസ്റ്റ് അങ്ങനെയുണ്ട്. നമ്മൾ ഇപ്പോൾ ഈസ്റ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്. ഈസ്റ്റിൽ ഇതാ നമുക്ക് ലെവൽസാണ് വരയ്ക്കേണ്ടത്. മുകളിൽ നമുക്ക് ഒരു ലെവൽ വരയ്ക്കണം. അതിന് ആർക്കിടെക്ചറിൽ പോവുക. ആർക്കിടെക്ചറിൽ ലെവൽസ് നിങ്ങൾ കാണാം. ലെവൽസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പിക് ലൈൻ എടുക്കുക. ഓഫ്സെറ്റ് ഒരു 3000 കൊടുക്കാം. ഇവിടെ വരച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് റീനെയിം ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് കൊടുക്കാം. GF ഷോർട്ട് കീ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഫ്ലോർ കൊടുക്കാം. ഇത് സെക്കൻഡ് ഫ്ലോർ കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു ഫൗണ്ടേഷൻ ഫ്ലോർ കൂടി കൊടുക്കാം. അതിനായി നമുക്ക് ലെവൽസിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് LL ആണ്. ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിക് ലൈൻ സെലക്ട് ചെയ്യുക. ഒരു 1000 ഓഫ്സെറ്റ് കൊടുക്കുക. അതിനുശേഷം അതിനെ റീനെയിം ചെയ്യുക. ഫൗണ്ടേഷൻ ഫ്ലോർ. ഫൗണ്ടേഷൻ ലെവൽ കൊടുക്കുക. ഇത് നമുക്ക് ലെവലായി. നമുക്കിനി ഫ്ലോർ ഗ്രിഡ് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അതിനായി ഏതെങ്കിലും ഒരു ഫ്ലോർ പ്ലാൻ എടുക്കുക. ഞാനിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ആർക്കിടെക്ചറിൽ ഗ്രിഡ് സെലക്ട് ആക്കുക. ഗ്രിഡ് 1 ഇവിടെയും ബബിൾ വരണമെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് റീനെയിം ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്യാം. നമുക്ക് അടുത്ത ഗ്രിഡ് വരയ്ക്കാം. ഇതിനായി GR അടിച്ചാൽ മതി. പിക് ലൈൻ സെലക്ട് ആക്കുക. ഒരു 2000 കൊടുക്കുക. ലൈക്ക് ഇതാ 1 2 3 4 ഇതിന് 1-അനുസരിച്ചിട്ടുള്ള നമ്പറാണ് വരുന്നത്. ഇംഗ്ലീഷ് കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇതാ സെലക്ട് ആക്കാം. ബബിൾസ് വെക്കാം. ഇനി വെർട്ടിക്കൽ ഗ്രിഡ് വരച്ചതിന് ഹൊറിസോണ്ടൽ ഗ്രിഡ് വരയ്ക്കണമെങ്കിൽ GR ഷോർട്ട് കീ എടുക്കുക. നമ്മളെപ്പോഴും ഷോർട്ട് കീ യൂസ് ചെയ്യാൻ നോക്കണം. ഇതിപ്പോൾ 4 കഴിഞ്ഞ് 5 അപ്പോൾ നമ്മളിവിടെ റീനെയിം ചെയ്ത് കൊടുക്കുക. A എന്ന് കൊടുക്കുക. അപ്പോൾ അടുത്തത് ABCD അങ്ങനെ വന്നോളൂ. ഇത് ക്രിയേറ്റ് സിമിലർ ആണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ടൂളിന് അതേ ടൂളിന് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് സിമിലർ അടിച്ചാലും മതി. അല്ലെങ്കിൽ GR അടിക്കും. ഓഫ്സെറ്റ് ഒരു 4000 ഇട്ട് കൊടുക്കുക. ABC. അപ്പോൾ നമ്മൾ ഗ്രിഡുമായി നമ്മൾ ലെവലും ഗ്രിഡും എങ്ങനെയാണ് വരച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ലെവൽസൊന്നും ഈ വരച്ച ലെവൽസൊന്നും പ്രൊജക്ട് ബ്രൗസറിൽ വന്നില്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ വ്യൂ ടേബിൾ പോവുക. അവിടെ പ്ലാൻ വ്യൂസ് ഫ്ലോർ പ്ലാനാണ് നമ്മൾ വരച്ചത്. അപ്പോൾ ഫ്ലോർ പ്ലാൻ ഇത് അൺടിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട ലെവൽസ് സെലക്ട് ആക്കി ഓക്കെ ചെയ്താൽ ഇവിടെ പ്രൊജക്ട് ബ്രൗസറിൽ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.